കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ നസാറയാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്വീറ്റാണ് കേട്ടോ ഇത്. ഇങ്ങനൊരു റെസിപ്പി ഇതുവരെ കേൾക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് കഴുകിയതിന് ശേഷം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. എന്നിട്ട് നമുക്കിത് അരിച്ചെടുക്കണം. അത് ക്ലിയർ ആയിട്ട് വരുവോളം വെള്ളം ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ. ഈ ഗോതമ്പിന് പകരം ഗോതമ്പ് പൊടി, മൈദപ്പൊടി, അതുപോലെ റവ അതൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. ഏതാ നിങ്ങളൊക്കെ ചെയ്യാറ്? കണ്ണൂർക്കാരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ, എങ്ങനെയാണ് നിങ്ങൾ ചെയ്തെടുക്കാറ് എന്നുള്ളത്. അപ്പോൾ അത് ക്ലിയർ ആക്കിയിട്ട് അന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂർ അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കാം. അപ്പോൾ വെള്ളം വേറെയും അതേപോലെ അതിൻ്റെ താഴെ പൊടി വേറെയും ഊറിക്കിടക്കും കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് വേണ്ട, ആ വെള്ളം നമുക്ക് ഊറ്റി ഒഴിവാക്കിയെടുക്കാം. അടിയിൽ ഊറിക്കിടക്കുന്ന ആ മിക്സ് നമുക്കൊരു സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 കപ്പ് പാലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. അതേ സമയം നമുക്കതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കതിലേക്ക് 2 നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് ചെയ്യണേ, അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അത് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് ഏകദേശം നമ്മുടെ അതിലേക്ക് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വലിയ ബബിൾസ് ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ തിളക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനിയെല്ലാം പെട്ടെന്ന് ചെയ്യണുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പാനിൽ കിടന്നിട്ട് തന്നെ അത് സെറ്റായി പോവും. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ചെറിയൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ ചൂടോട് കൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാനും പറ്റില്ല, നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാനും പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊരു ചൂടോട് കൂടെ തന്നെ എല്ലാം ചെയ്തെടുക്കാം. എന്നിട്ട് നെയ്യ് തടവിയിട്ടുള്ള ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇത് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് സെറ്റാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. സെറ്റായതിന് ശേഷം നമുക്കിതിൽ നിന്ന് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്നെങ്കിൽ ഈ പ്ലേറ്റിൽ തന്നെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പുഡിങ്ങൊക്കെ സെർവ് ചെയ്യുന്ന പോലെ ചെറിയ ബൗൾസിലാക്കിയിട്ടൊക്കെ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇത് ഹലുവ ടെക്സ്ചറിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഹലുവ പുഡിങ് ആ ഒരു ടെക്സ്ചറിലാണ് കിട്ടുക. നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.